Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് സദ്യ സ്റ്റൈലിലെ രസമാണ്. നേരത്തെ നമ്മുടെ ചാനലിൽ തന്നെ ഒരു രസം ചെയ്തായിരുന്നു. പക്ഷെ അത് സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രസമാണ്. പക്ഷെ ഇത് നമ്മൾ തനി നാടനായിട്ടുള്ള രസമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വരും നമുക്ക് വേഗം സമയം കളയാതെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ പുളിയൊന്ന് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇത് പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂടുവെള്ളം ഉപയോഗിക്കാം. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വെക്കാം. ഈ സദ്യ രസത്തിന് കുറച്ചും കൂടി ടേസ്റ്റ് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് സാമ്പാർ പരിപ്പിന്റെ വെള്ളം. അതാണ് ഞാൻ ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് പരിപ്പ് ഒരു 4 കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുത്തായിരുന്നു. അതിൽ നിന്ന് എടുത്ത 2 കപ്പ് വെള്ളമാണ് ഇത്. ബാക്കി വരുന്ന പരിപ്പും വെള്ളം നമുക്ക് സാമ്പാർ വയ്ക്കാൻ ഉപയോഗിക്കാം. അപ്പൊ ഈ രീതിയിൽ ഇത് തയ്യാറാക്കി വെക്കുക. അപ്പൊ നമുക്ക് ഇനി രസം തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പുളി കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അതായത് പുളി പിഴിഞ്ഞ് അതിന്റെ പിശിരിയെല്ലാം മാറ്റിയതിനു ശേഷം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കൂടെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മതിയാവും. ഇനി ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കായന്റെ കഷ്ണമാണ് ചേർത്തത്, ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഈ രസത്തിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കുക. ഇപ്പൊ ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഇനി പോരാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി ലാസ്റ്റ് ആകുമ്പോഴേക്കും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതിനി നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 വലിയ തക്കാളി ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ പുളിവെള്ളത്തിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു നല്ലൊരു തള വന്നതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയുള്ള ജ്യൂസൊക്കെ ഈ പുളിവെള്ളത്തിലോട്ട് ഇറങ്ങി നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ രസത്തിന് കൊടുക്കുന്നത്. അതേസമയം ഈ തക്കാളിയൊക്കെ ഉടഞ്ഞിട്ടും ഉണ്ടാവണം. കണ്ടില്ലേ? ഇപ്പൊ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതേസമയം നമ്മൾ ഇട്ടേക്കുന്ന പുളിവെള്ളം കുറച്ച് കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിലാണ് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ പരിപ്പിന്റെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് 2 കപ്പിലുള്ള സാമ്പാർ പരിപ്പിന്റെ വെള്ളമാണിത്. ഇതിന്റെ കൂടെ തന്നെ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഇടിച്ചു വെച്ചായിരുന്നു, അതും ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 4 ചെറിയ കഷ്ണം വെളുത്തുള്ളി ഇടിച്ചു വെച്ചായിരുന്നു, അതും ചേർക്കുക. എന്നിട്ട് ഇതും നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ മല്ലിയിലേക്ക് ഇന്ന അളവൊന്നുമില്ല, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് തന്നെ ചേർക്കുക. എന്നിട്ട് ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നല്ലൊരു തള വന്നോട്ടെ. അപ്പോൾ ഈ ചൂടിൽ കിടന്നിട്ട് തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചവാസനയൊക്കെ പോയി കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഉപ്പ് ആദ്യം ഞാൻ കുറവായിരുന്നു ചേർത്തത്. ഇപ്പോൾ നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതിനൊരു താളിപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്തതിന് ശേഷം കടുകൊന്ന് പൊട്ടി വന്നോട്ടെ. ഇനി ഒരു ടിപ്പ് ഞാൻ പറയാം. അതായത് ഈ വെളിച്ചെണ്ണ ചേർക്കുന്ന പകരമായിട്ട് നമ്മൾ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ ഈ രസത്തിന് കുറച്ചും കൂടി രുചിയായിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർക്കാം. ഞാൻ കരിവേപ്പില ഇവിടെ തണ്ടോടെയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തണ്ടില്ലാതെയും ചേർക്കാം. ഇത് ഞാനൊരു ഡെക്കറേഷൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ താളിപ്പെല്ലാം റെഡി ആയി കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് രസത്തിലോട്ട് മാറ്റാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ഈ രസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഞാൻ വിചാരിക്കുന്നത്. ഇത് ഈ പ്രാവശ്യത്തെ ഓണത്തിന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.